ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ യാത്ര ആലപ്പുഴ ടൗണിലൂടെയാണ് കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരും മരിയയും അവളുടെ അനിയനും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ആലപ്പുഴയിലെ ഏറ്റവും തിരക്കേറിയ ഫാറസ്റ്റ് ബേക്കറിയിലോട്ടാണ് കേട്ടോ. ഇവിടുത്തെ ബട്ടർ ബണ്ണിനെ പറ്റി കേട്ടറിഞ്ഞാണ് ഇവിടെ വന്നത്. അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് വായിട്ടെന്നൊക്കെ നിൽക്കേണ്ട ഒരവസ്ഥയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു ബിവറേജിൽ പോലും ഇത്രയും ക്യൂ ഉണ്ടാവത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഐറ്റംസ് എല്ലാം അത്ര ഫേമസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഫാറസ്റ്റ് ബേക്കറിയിൽ നിന്നിറങ്ങി നേരെ മാർക്കറ്റ് റോഡിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. നടക്കുന്നതിനിടയിൽ എൻ്റെ കത്തിവെപ്പ് കേട്ട് കൊച്ചു വരെ അന്തം വിട്ട് നിന്നുപോയി. ഞാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്, അവനാണെന്നുണ്ടെങ്കിൽ മര്യാദക്കൊന്നും സംസാരിക്കത്ത പോലും ഇല്ല കേട്ടോ. പക്ഷെ എന്നോട് വഴിയിൽ പോകുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ വീഡിയോ എടുക്കാൻ നിർത്തിയ ആളാണെങ്കിൽ വഴിയിൽ പോകുന്ന കാറിൻ്റെ എല്ലാം വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നടന്ന് എത്താനുള്ള സ്ഥലവും കഴിഞ്ഞ് കുറേ അങ്ങോട്ട് നടന്നു പോയി കേട്ടോ. കടയുടെ അവിടെ എത്തിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് കുറച്ചങ്ങ് നടന്നുപോയി. ഷോപ്പിനകത്തോട്ട് കയറിയതിന് ശേഷം ഫസ്റ്റ് തന്നെ മെനു കാർഡാണ് കേട്ടോ എടുത്ത് നോക്കിയത്. മെനു കാർഡ് കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് അന്തം വിട്ട് പോയി എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഇതുവരെ കേൾക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കേട്ട് ഞാനങ്ങ് ബ്ലിങ്കസി ആയിട്ടിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഞാനങ്ങ് മരിയയുടെ മുഖത്തോട്ട് നോക്കി. അവളാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടിരിക്കുമായിരുന്നു. നമ്മുടെ കുഞ്ഞിനും ഒരു കാര്യവും കത്താതെ അവനും ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. ഷോപ്പിൻ്റെ ഉൾഭാഗം മൊത്തം തിളങ്ങുന്ന ലൈറ്റുകളായതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള കുഞ്ഞും കൂട്ടത്തിൽ ഞാനും മൊത്തം അതെല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. കാരുടെ വീഡിയോയിലൊക്കെ കാണുന്ന ബോബ കിട്ടുന്ന നമ്മുടെ സ്വന്തം ആലപ്പുഴയിലെ ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഷോപ്പിൻ്റെ പേര് ബബിൾ ബേ എന്നാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം വന്നിട്ട് ഐറ്റം വന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അഭിപ്രായം പറയാം കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് സ്ട്രോബെറി ബോബയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തത് ബദാം ബോബയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള കുഞ്ഞു ഓർഡർ ചെയ്തേക്കുന്നത് ഹോട്ട് ചോക്ലേറ്റ് ബോബയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാവേ. ഇത് വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്റെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ വന്നിട്ട് ഞാൻ ആദ്യം ഒത്തിരി കണ്ടിട്ട് എനിക്ക് സംഭവം ഒന്നും ക്ലിക്ക് ആയില്ല. പക്ഷെ കഴിച്ചപ്പോ നല്ല സ്വാദായിരുന്നു. മാത്രമല്ല സ്റ്റോറിക്കാണെങ്കിൽ നല്ല വലുപ്പം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബബിൾ ബേ കുടിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ലൊക്കേഷൻ നമ്മുടെ ആലപ്പുഴ സ്റ്റുഡിയോയുടെയൊക്കെ തൊട്ടടുത്തായിട്ടാണ്. അപ്പൊ ആലപ്പുഴ വരെ വരുമ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് കിഡിലൻ ടേസ്റ്റ് ആണ്. ഇനിയും ഞങ്ങളുടെ ഊരുദണ്ടൽ തുടരുകയാണ് ഗൈസ്. നേരത്തെ നടന്ന മാർക്കറ്റ് റോഡിലൂടെ തന്നെ തിരിച്ചു നടന്ന് കുപ്പിക്കട എന്ന റെസ്റ്റോറൻറ്റ് ലക്ഷ്യം വെച്ചാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തു. നേരെ കാണുന്നതാണ് കുപ്പിക്കട എന്ന റെസ്റ്റോറൻറ്റ്. നേരെ കയറി ചെന്ന് ഓണറോട് വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊക്കെ ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ ഓണർ അതിന് സമ്മതിക്കുകയും കിച്ചണിലുള്ള ചേട്ടനോട് ഞങ്ങൾക്ക് എല്ലാ ഐറ്റംസും കാണിച്ചു തരാനായിട്ട് പറയുകയും ചെയ്തു കേട്ടോ. വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ആ ചേട്ടൻ ഓരോ ഐറ്റംസും ഞങ്ങളെ കാണിച്ചു തന്നു. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും കുറുമയും അരിപ്പത്തിരിയും ഒക്കെ കാണിച്ചു തരികയുണ്ടായി. ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓണറും ഞങ്ങളോട് കുറേ നേരം വന്നു നിന്ന് സംസാരിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ഐറ്റംസിൻ്റെ എല്ലാം വിവരങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്തു. പിന്നെ കുറേ നേരം ഞങ്ങൾക്ക് തരാനുള്ള പൊറോട്ട അവിടെ ഒരു ചേട്ടൻ അടിക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്ന് ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ പൊറോട്ടയും ബീഫ് കറിയുമാണ് ഓർഡർ ചെയ്തത്. മരിയ ഇടിയപ്പവും ചിക്കൻ ഫ്രൈയും. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള കുഞ്ഞ് അവൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാനാണെന്നുണ്ടെങ്കിൽ വിശന്നിരുന്നത് കണക്ക് തന്നെ പെട്ടെന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് പണ്ട് മുതലേ പൊറോട്ടയും ബീഫും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ
നോക്കിയപ്പോഴാണ് ഒരാൾ പതിയെ പതിയെ പമ്മിയിരിക്കുന്നതായിട്ട് കണ്ടത്. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പല്ല് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞത് കേട്ടാ. പല്ല് വേദന ചെറുതായിട്ടുള്ളത് കൊണ്ടാണ് ആൾ ഇടിയപ്പം വാങ്ങിച്ചത്. പക്ഷേ ഇടിയപ്പം പോലും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആൾ പെട്ടുപോയി കേട്ടാ. ഞാൻ പെട്ടെന്ന് തന്നെ തട്ടി. എനിക്ക് പെട്ടെന്ന് വിശന്നായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് ഫുള്ള് ഫുഡ് വ്ളോഗ് പോലെ എടുക്കണമെന്നൊക്കെ വെച്ച് കാലി വയറുമായിട്ട് വന്നിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് തട്ടി കേട്ടോ. കൂടെയുള്ള കുഞ്ഞ് അവനും ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. വയറ് നിറയെ കഴിച്ചായിരുന്നു. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന് തന്നെയെന്ന് പറയാം. അങ്ങനെ ഇന്നത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വളരെ സന്തോഷമുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുന്നത്. പിന്നെ ഞങ്ങളുടെ മരിയക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വീഡിയോഗ്രാഫറായിട്ട് നിന്നല്ലാതെ അവൾ ക്യാമറയിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്രകളൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.